ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കട്ടെ എല്ലാവർക്കും. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടാ. ബാക്കിയൊക്കെ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്ക് വന്ന് കാണിക്കണം. അപ്പോൾ അതാണ് വന്നത്. ഇനിയിപ്പോൾ 4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് പോകണം. ഇതൊക്കെയാണ് സംഭവം. വരാൻ എളുപ്പം കഴിയും. മാറിക്കിട്ടാനും പിന്നെ ഓരോരുത്തർ പോയിട്ട് എത്രയോ പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്യാനും നോക്കാനൊക്കെ നിൽക്കണം. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഈ ചൂട് കാരണം അതിനെക്കൊണ്ട് ഓട്ടോറിക്ഷയും കിട്ടാനില്ല. അങ്ങനത്തെ കാലമാണ്. എന്താ പൊരി വെയിലും ചൂടും മക്കളെ, പുറത്തിറങ്ങാൻ കഴിയില്ല. ഓട്ടോറിക്ഷ കയറിയിട്ട് വരെ ഇങ്ങോട്ട് അടിക്കുന്നത് എങ്ങനെ അറിയാം? ചൂടുകാറ്റാണ് അടിക്കുന്നത്. അമ്മാതിരി ചൂടാണ് ഈ മാസം ഉള്ളത്. ഈ മാസവും ഇനിയിപ്പോൾ അടുത്ത മാസവും സഹിക്കേണ്ടി വരും നമ്മളെല്ലാവരും. കാരണം അടുത്ത മാസം നല്ല ചൂടാണെന്നാണ് പറയുന്നത്. ആരും വെയിലത്ത് വല്ലാണ്ട് ഇറങ്ങണ്ട. അപ്പം ഇറങ്ങണ്ട പറഞ്ഞിട്ട് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലല്ലേ? അവർക്കൊക്കെ പണിയെടുക്കണ്ടേ? എന്താ ചെയ്യുക? ഉള്ളവർക്കെല്ലാം അകത്തുത്തിരുന്നാലും നമുക്ക് സമയത്തിന് ഭക്ഷണം കാര്യം വാങ്ങാനും ആക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അകത്തുത്തിട്ട് ഇല്ലാത്തവരെന്ത് ചെയ്യും? പാവങ്ങൾ. പഠിച്ചവൻ എല്ലാവരും തൊട്ട് കാക്കട്ടെ, യാതൊരു അസുഖങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. പിന്നെ എല്ലാവരും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ആരും മറക്കരുത്. എനിക്കറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും സബ്ബൊക്കെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ചെയ്യാണ്ടൊന്നും ഇപ്പോൾ ഞാൻ ഇത്രക്ക് സബ്സ്ക്രൈബറും എനിക്ക് കിട്ടൂലല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടും എനിക്ക് കിട്ടണം. അത് നിങ്ങളുടെ സഹായം വേണം. എനിക്ക് സഹായം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാവരും ഉമ്മാനെ കാണുന്ന എല്ലാവരും, ഉമ്മമാരോട് സ്നേഹമുള്ള എല്ലാവരും ഉമ്മാനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അത് ഞങ്ങളോട് പറയാനേ ഉള്ളൂ. വിദേശത്തെ രാജ്യങ്ങൾ കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് രാജ്യമായാലും നമ്മളെ നാടായാലും വിദേശ നാടായാലും ആർക്കും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാവരും ഉള്ളവും കഴിച്ചിലാക്കട്ടെ. യാതൊരു ബുദ്ധിമുട്ടും കഷ്ടമില്ലാണ്ട് ജീവിക്കാൻ പോയ ആൾക്കാരാണ്. പണിയെടുത്ത് ഇവിടെ ഭാര്യ മക്കളി നോക്കാനും ഉമ്മനി മക്കളി നോക്കാനും ഉമ്മനി പാപ്പനി നോക്കാനും എന്ന് അറിഞ്ഞാണ്ട് പോണതാണ്. എൻ്റെ മക്കളടക്കം എൻ്റെ മക്കളുണ്ട് അവിടെ. ഒരു തന്നതായിട്ടാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. അതുപോലെ എത്രയോ ഗൾഫുകാരുണ്ട് നയിച്ച് കുടുംബം നോക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് എല്ലാവർക്കും പഠിച്ചവനെ ആയുസ്സും ആരോഗ്യം ആഫിയത്തും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഹലാലായ മുറാദുകളും അല്ലാഹു സഫലമാക്കി തരട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷത്തിന് മുന്നേ തന്നെ വന്ന് ഇറങ്ങാലോ. സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ അടുത്ത് കുറേ ആൾക്കാരുണ്ടാവും. ചില ദിവസമൊക്കെ പെട്ടെന്ന്, ചില ദിവസം വേഗം പെട്ടെന്ന് കാണിച്ച് ചെയ്യും. ഇന്ന് ഞങ്ങളോട് കാണിക്കാൻ വന്ന ടൈം 12ൻ്റെ ശേഷമാണ്. കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. എന്നാലും വേറെന്താ വിശേഷം? സുഖമായിരിക്കട്ടെ എല്ലാവർക്കും മക്കളെ. ഇവിടെ വന്ന് കണ്ടുകൊണ്ടൊക്കെ പലർക്കും പല രോഗമാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല വിചാരിക്കും. അല്ല, എല്ലാവരുടെ രോഗവും അള്ളാഹു ശിഫാക്കി കൊടുക്കട്ടെ. അതുപോലെ എൻ്റെ രോഗവും ഭർത്താവിൻ്റെതും ആങ്ങളമാരതും അനിയത്തിമാരതും ലോകത്തിലെല്ലാവരും അള്ളാഹു ശിഫാക്കി കൊടുക്കട്ടെ. നമ്മളെ പത്തോ നോക്ക്, പത്തോ കുട്ടി നമ്മളെ വിളിക്കാനായി പാടാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു മുമ്പോട്ടേക്ക് ആക്കണ്ടേ? അങ്ങനെ എടുക്ക ആണ്. മുരിങ്ങേൻ്റെ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് കുട്ടികൾ പാർക്കുന്ന ഹോസ്റ്റലാന്ന് തോന്നിട്ട്. അത് എന്താ മുരിങ്ങേൻ്റെ ഇലക്ക് നോക്കിയിട്ട് അടിപൊളി മുരിങ്ങേൻ്റെ ഇല. ഇത് കണ്ടപ്പോൾ വിചാരിച്ചാൽ അന്ന് വീഡിയോ പിടിക്കുകയെന്ന്. പാത്തു ഇന്നെ വീഡിയോ പിടിച്ചത് നിങ്ങളൊക്കെ കണ്ടില്ലേ? പാത്തുവിൻ്റെ തലയ്ക്കാണ്ട് പിടിച്ചത് ഇതാണ്. നമ്മളെ പാത്തുവിൻ്റെ വീഡിയോ പിടുത്തം കണ്ട മക്കളെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ പാത്തു പിടിച്ചത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. കാത്തിരിക്കുകയാണ്. ഇതാ പാത്തു വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിരിക്കാം. പറഞ്ഞു ഇതോട്ട് നീ ഭക്ഷണം കൊണ്ടുവന്ന് തൊന്നിരിക്കണേ. ഇപ്പോഴും മറന്നു പോകും. അങ്ങനെ
ആദ്യം ഇങ്ങനെ തുക്കണം പിടിക്കുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മളറിയാതെ ഇങ്ങനെ തുക്കണം. ആ മോനെ ഇത് അതന്നെ പഠിച്ച് നോക്കി കൈ പൊന്തിച്ച് വന്നിട്ട് അത് ഒരു വെച്ചരും അപ്പറല്ലേ ഞാൻ എടുക്കാൻ കിട്ടുകയല്ലേ. നമ്മൾ കാട്ടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങലും അവിടെ മുന്നേ തന്നെ വേറെ ആൾക്കാർ വന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓട്ടോറിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് റോട്ടുമ്മൽ വന്നിട്ട് വരിക്ക് നിൽക്കും. അവിടെ നമ്മളെ കാലക്കേടിന് ചില നേരം ഉണ്ടാവില്ല. എന്നപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കാത്തിക്കേണ്ടി വരും. നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാട്ടി വേഗം വരും. അപ്പോൾ ആരും ഇല്ല, എല്ലാവരും ഗൾഫിലല്ലേ. നമ്മളിതാ ഏകദേശം വീട്ടിൻ്റെ അടുത്ത് എത്താനായി മക്കളെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും കൊടുക്കുക. ലിങ്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.